ഗൈസ്, നിങ്ങൾ എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട ആവശ്യം ഇതുവരെ ഇല്ലേ എന്ന് വെച്ചാ, ഒന്നാമത്തെ കാര്യം ഇത് സഡനായിട്ട് വന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന റൂൾ വയലേഷൻ കുറച്ച് ടാസ്ക് ഉള്ളതാണ്. അപ്പോൾ അപ്പീൽ ചെയ്യാൻ നമുക്ക് ടൈം ഇതുണ്ട്, ഓപ്ഷനുണ്ട്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഞാൻ ആദ്യമേ ഇതങ്ങ് പറഞ്ഞ് തീർക്കാം. അപ്പം നിങ്ങൾ ബാഡായിട്ട് ഇരിക്കേണ്ടെന്ന് കാര്യമില്ല. അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അപ്പീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കറൻലി ഇത് ഇത്രയും പ്രശ്നമാകാൻ കാരണം എന്ന് പറഞ്ഞാൽ റോക്ക് സ്റ്റാർ 5 ഒരു 2 years മുന്നേ അവർ ടേക്ക് ഓവറായി. അതിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്തായാലും GTA 6 വരുവാണ്. ഇത് സത്യം പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ സാധനം ഒരു മോഡായിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പം അന്നോട്ടെ ഈ റോക്ക് സ്റ്റാർ ഇത് എന്താണ് കളയാൻ വേണ്ടിയിട്ട് എന്താണ് കോർട്ടും സ്യൂ അതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അവർ ഫൈറ്റിലായിരുന്നു, ഒരു കോർട്ട് ഫൈറ്റിലായിരുന്നു. അപ്പം എന്തൊക്കെ വന്നിട്ടും അത് പോവാത്ത സ്ഥിതിയിലൊക്കെ ആയ സമയത്താണ് പിന്നെ റോക്ക് സ്റ്റാർ വിചാരിച്ച് എന്താ ഒന്നും പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ അവരെ വാങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ റോക്ക് സ്റ്റാർ അത് അക്യൂർ ചെയ്തതാണ്. അതാണ് ഇതിപ്പം ഏറ്റവും കൂടുതൽ സീൻ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം റോക്ക് സ്റ്റാറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിലൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിപ്പോയേ പറ്റുള്ളൂ. അപ്പം കുറേ നമ്മൾ ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നടക്കണ കുറേ സെർവർ ഇപ്പോൾ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ എക്സ്ലാൻഡിസ് മാത്രമല്ല, കുറേ സെർവേഴ്സ് ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷിലൊക്കെ വെളിനാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണിക്കുന്നതിന് നമ്മളിപ്പം ഒരു പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും 10 ഇരട്ടി മോണിറ്റൈസേഷൻ ഒക്കെയാണ് വേറെ സെർവറിൽ നടക്കുന്നത്. ഇപ്പം ബാറ്റിൽ പാസ്, അങ്ങനെ റോയൽ പാസ്, അങ്ങനെ പിന്നെ ഗണ്ണ് സ്കിന്ന് പൈസ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് വന്ന വയലേഷൻ എന്ന് പറഞ്ഞാൽ, വയലേഷൻ ഞാനായിട്ട് പറയുന്നില്ല, ബ്രാവോ തന്നെ പറയാം. അതിപ്പം അത് നമുക്ക് അസംഷൻ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം കുറേ പേരൊക്കെ ഇപ്പം സൂര്യബോസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പം കിഡ്പെഡ് ഉപയോഗിക്കുന്നുണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. നമുക്ക് കറക്റ്റ് അത് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അപ്പീൽ ചെയ്താൽ മാത്രമേ ഇതെന്തുകൊണ്ടാണെന്ന് റീസൺ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം മാസ് റിപ്പോർട്ട് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇവരുടെ ഓട്ടോമാറ്റിക് ഇതുണ്ട്, റിപ്പോർട്ട് നോക്കുന്ന ഇതുണ്ട്. അപ്പം മേ ബി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ബാൻ ചെയ്തതാണെങ്കിൽ നമുക്ക് കുറച്ച് അപ്പീൽ ചെയ്താൽ നമുക്കൊരു ഹോപ്പുണ്ട്. ഇപ്പം മാനുവൽ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും ഓട്ടോമാറ്റിക് ഒരു ഇതായിരിക്കും വരുന്നത്, സിസ്റ്റം ഫ്ലാഗ് ചെയ്തതായിരിക്കും മിക്കവാറും. അങ്ങനെ വരുന്നെങ്കിൽ പിന്നെയും കുഴപ്പം ഇല്ല വലുതായിട്ട്. കുഴപ്പമില്ലെന്നല്ല, കാണാൻ ചാൻസ് ഇല്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പെഡിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യബോസിനെയൊക്കെ പറയുന്ന കുറേ പേരെ കാണുന്നുണ്ട്. അപ്പം ഇതൊന്നും ആരുടെയും പ്രശ്നമല്ല. മനസ്സിലായില്ല? ഇത്ര നാൾ ഇതേപോലെ പോയിട്ട് ഒരു പ്രശ്നമില്ല. അപ്പം പെട്ടെന്ന് എന്തായി വന്ന ഒരു വാർണിംഗ് പോലും ഇല്ലാണ്ടാണ് ഇപ്പം ഡയറക്റ്റ് ബാനാണ് കിട്ടിയത്. മനസ്സിലായില്ല? ടെർമിനേഷനാണ് കിട്ടിയത്. സൗണ്ട് ലോ ആണ്. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം അപ്പീൽ ചെയ്യുക. ബ്രാവോ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ബ്രാവോ ഓക്കെ ആവോ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? കാരണം ഇത്ര നാൾ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു സെർവറാണ്. അപ്പോൾ ഞാൻ ടി ക്യാപ്പിൽ നിൽക്കുമ്പോഴും ഒരു സമയത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് മുന്നോട്ട് ഹോസ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ള ഇത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലർക്കും അതിൻ്റെ ഇത് കൊടുത്തായിരുന്നു. അത് പിന്നെ ഓരോ പ്രശ്നങ്ങളായിട്ട് മൂവി തെറ്റിപ്പോയപ്പം എനിക്ക് വന്നിട്ടുള്ള വിഷമത്തിൻ്റെ 10 ഇരട്ടിയാണ് ബ്രാവോയ്ക്ക് വരാൻ പോകുന്നത്. കാരണം ബ്രാവോ അതിൻ്റെ അകത്ത് പൈസയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചിലവാക്കിയിട്ടുണ്ട് നല്ലപോലെ. അപ്പം കിക്കിൽ നിന്നാണെങ്കിലും ഇപ്പോൾ സ്ട്രീമിൽ നിന്നാണെങ്കിൽ ചെയ്യുന്ന പൈസയൊക്കെ അതിൻ്റെ ഒരു 80% സെർവറിലോട്ടാണ് പോണത്. 80-90% സെർവറിലോട്ടാണ് പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രാവോ എന്തായാലും മനസ്സിലാക്കാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന കാരണം ഇപ്പോൾ അപ്പീൽ ചെയ്യുക. അപ്പീൽ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യം, ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്ര നാളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം കുറേ സ്ക്രിപ്റ്റ് വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റൊക്കെ ഒരു സെർവറിൽ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു സെർവർ കീ ആണ്. അപ്പം ഈ കീ ടെർമിനേറ്റ് ആയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു കീ എടുത്ത് നമുക്ക് സെർവർ അപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റിനൊന്നും പ്രശ്നം വരത്തില്ല. അപ്പോൾ ആ ഹോസ്റ്റിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വേറൊരു സെർവർ കീ തുടങ്ങിയിട്ട് വേറൊരു
സെർവർ തുടങ്ങിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൈസ കൊടുത്ത് കുറേ ലക്ഷങ്ങൾ മുടക്കി എടുത്ത സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനെ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ കൊടുത്ത പൈസ വീണ്ടും കൊടുക്കണം അവർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നടക്കണ കേസല്ല. അപ്പം ഒന്നെങ്കിൽ അപ്പീൽ ചെയ്യുക. അപ്പീൽ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ പൈസ വെള്ളത്തിൽ പോയി എന്ന് പറയാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എന്ന് വെച്ച് സെർവർ ഇനി വരത്തില്ല എന്നൊന്നും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട. കുറേ പേരൊക്കെ അവിടെ കിടന്ന് വിളയാടുന്ന കണ്ട് കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുറേ പിള്ളേർ കിടന്ന് ആഘോഷിക്കുന്നത്. ആഘോഷിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ പോയതാണെങ്കിൽ പോയെന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരാൻ നമുക്ക് വേറെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് എനിക്കിങ്ങനെ ചുമ്മാ പറയാൻ പറ്റും. അത് ബ്രാവോ ഇത്രയും സെറ്റ് ചെയ്തുകൊണ്ട് ബ്രാവോ എന്തായാലും കൊണ്ടുവരും. പക്ഷേ ഇത്രയും നാൾ സെറ്റ് ചെയ്ത് ഉറക്കമില്ലാണ്ട് സെറ്റ് ചെയ്ത ബ്രാവോയ്ക്ക് ഇപ്പം എങ്ങനെയായിരിക്കും അത് വരുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്ത് തോട്ടാണ് വരുന്നതെന്ന്. പക്ഷേ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റുന്ന സാധനമല്ലല്ലോ. സാധനം നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ബാഡൊന്നും ആവണ്ട. സെർവറൊക്കെ തിരിച്ച് വരും. നിങ്ങൾ അതിനൊന്നും ബാഡൊന്നും ആവണ്ട. നമ്മളെല്ലാം ഇവിടെ ഉള്ളതല്ലേ. ബ്രാവോയ്ക്ക് ഇനിയിപ്പോൾ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ നമ്മളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഇത്ര നാൾ ഈ സെർവർ തന്നെയല്ലേ കളിച്ചത്. അപ്പോൾ ആ സെർവർ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൊണ്ടുവരും. ആദ്യം എന്തായാലും അപ്പീലൊന്ന് ഇതാക്കട്ടെ. അപ്പീൽ എങ്ങനെ പോകണം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പം കുറച്ച് ദിവസം നിങ്ങളൊന്ന് വെക്കേഷൻ ആണെന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിക്കാതെ. മനസ്സിലായില്ലേ? അപ്പോൾ നീ കിടന്ന് കുണയ്ക്കുന്നവന്മാർ ആലോചിച്ചാൽ മതി. നീയൊക്കെ ഇപ്പൊ കുടച്ചോണ്ടിരിക്കുമ്പോൾ നീ എന്നെ വീണ്ടും വന്നിട്ട് ക്യൂ വയ്ക്കണം. അയ്യോ എന്ന് പറഞ്ഞോണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അത് അപ്പം ഇതിൽ എനിക്കത് പറയാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ്. നിങ്ങൾ ബാഡാവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന് തോന്നുന്നു. മാറ്റണം വരും, എല്ലാം ശരിയാകും. എടാ ഞാൻ സെർവർ കൊണ്ടുപോകണതിനെ കാട്ടിയും വിവരവും ബുദ്ധിഭാസവും ബ്രാവോയ്ക്കുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ സെർവർ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ബ്രാവോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് എന്നെക്കാട്ടിയും ബുദ്ധിയും വിവരം അങ്ങേർക്കുണ്ട്. അതുകൊണ്ട് അങ്ങേരെ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ടുവന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്നെ കൂടെ നിന്നോളും. ഒരു താഴ്ചയിൽ നിന്നൊന്നും ഇത് പറയാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് ഒരു സാധനം ബോംബ് എടുത്തിട്ടാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് തടുക്കാനുള്ള ഒരു സമയം തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. TKRP സ്ക്രിപ്റ്റ് എത്ര പൈസ? TKRPയുടെ ഒരു 60% ഹാൻഡ് റിട്ടൺ കോഡിങ് ആണ്ട്രാ. അപ്പം ഒരു 60 അല്ല 80%. നമ്മൾ VC വന്നേ. ഓക്കെ ഒരു മിനിറ്റ് ഗൈഷ്. ഹലോ ഗൈസ്, എല്ലാരും ചില്ലായിട്ടിരിക്കുക. ഞാൻ നിങ്ങളെ അറിയാം. ഇവിടെ കാണുന്നവർക്കും കളിക്കുന്നവർക്കും എല്ലാം വിഷമമുണ്ടെന്നറിയാം. പക്ഷെ നമ്മളെക്കാളൊക്കെ വിഷമം ബ്രാവോയ്ക്കുണ്ട്, അറിയാലോ. സംഗതി പറഞ്ഞ ഗൈസ്, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ആരുടെയും മിടുക്കുകൊണ്ടോ ആരുടെയും ഇതുകൊണ്ടോ ഒന്നും പറ്റിയൊരു സംഭവമല്ല. റോക്സ്റ്റാറിൻ്റെതായിട്ടുള്ള കുറെ ഇതുണ്ട്. അത് ഇപ്പൊ റോക്സ്റ്റാറിന്റെ ടേംസ് ഏതെങ്കിലും ഒരു സെർവർ, ഇപ്പൊ ഒരു നോർമൽ ഒരു ആപ്പ സെർവറാണ് അത് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആരും നോട്ടീസ് ചെയ്യാനും, അതായത് ലോകത്ത് ഈ റോക്സ്റ്റാറിന്റെ ഫൈവമിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ സെർവറും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ടീമൊന്നും അവർക്കില്ല എന്തായാലും. ഇപ്പൊ ഒരു ആപ്പ സെർവറിലാണ് ഇത് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ വയലേഷൻസ് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന അതേ കോൺഫിഡൻസിൽ തന്നെ ഇപ്പോഴും പറയുവാണ്. ഇന്ത്യയിലെ ടോപ്പ് സെർവറായി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിലെ മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും നോട്ടീസബിൾ ആവുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു ബേസിക് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഈ ഒരു സാധനത്തിന്റെ പുറകിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ സെർവർ റീസെൻ്റ്ലി ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് വരെ നമ്മുടെ അതിനകത്ത് വന്ന് വൈറ്റ് ലിസ്റ്റ് എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിങ്ങനെ, ഞാൻ പറയാം, ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് വന്നു എന്ന് ഞാൻ പറയണത് വെച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് മറ്റേ RSL 7 അവർ ചെയ്ത് അങ്ങനൊന്നും വിചാരിക്കുക. സൈസ് അങ്ങനെ പോണൊരു സാധനം അല്ലിത്.
ഇത് അങ്ങനെ പോണതല്ല. ഇത് സെർവറിനെ പറ്റി വിവരമുള്ള ആൾക്കാർ ചിലപ്പം അത് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഈ കറണ്ട് സിനാറിൽ അവരെ ഒന്നും ഇതിനകത്തോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത് സെർവറിനെ പറ്റിയും സെർവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നല്ലതുപോലെ അറിയാവുന്ന ആൾക്കാരെ പറ്റിയും അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ അവര് വന്ന് ചിലപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തതോ അവർ റൈസ് ചെയ്തതോ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ടായിരിക്കും ഇത് വന്നേക്കുന്നത്. ഇത് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. കറണ്ട്ലി അപ്പീൽ ചെയ്തിട്ടുണ്ട്, അപ്പീലിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെർവറിൽ എന്താണ് അവർ ശരിക്കും എന്താണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു ബ്രീഫ് മാത്രമേ അവരുടെ സൈഡിൽ നിന്നുള്ള മെയിലിൽ ഉണ്ടായിട്ടുള്ളൂ. സോ അപ്പോൾ എന്താണ് സംഭവം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്, അല്ലെങ്കിൽ എന്ത് റീസണാണ്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്ലിപ്പോ ഒരു എലമെൻറ്റോ സെർവറിൽ കാണണ്ടേ, എന്നാൽ മാത്രമല്ല നമുക്ക് അങ്ങനെ ഒരു ഇത് പറ്റില്ല. അവരുടെ സൈഡിൽ നിന്ന് ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതായത് ഇന്ന കാരണം കൊണ്ടാണ് എടുത്തു കളഞ്ഞത് എന്നൊക്കെ ഇതാക്കിയത്. പിന്നെ എന്നോട് അപ്പാപ്പൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്നോട് അപ്പാപ്പൻ പറഞ്ഞ ഇതാണ്, എടാ നീ ഞാൻ ഇത് അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ അനൗൺസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അപ്പാപ്പൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ ധൈര്യമായിട്ട് ഇട്ടോളാം. ഇടുന്ന സമയത്ത് ഈ നമുക്ക് പെട്ടെന്നൊരു ഇത് വരുന്ന സമയത്ത് ഊമ്പിക്കാൻ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് അന്നേരം നമുക്കറിയാമല്ലോ. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകണില്ല, പോയ അടുത്തത് അത്രേ ഉള്ള രീതിയിൽ. പക്ഷേ ബ്രാവോയ്ക്ക് ഇതിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ലോസും ടൈമും എഫേർട്ടും ലോസും വരും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഒരു സെർവറല്ല, നമ്മൾ കളിച്ച എല്ലാ സെർവറും ടോപ്പാണ്. കറണ്ട്ലി അന്നേരത്തെ ടോപ്പായിരുന്നു. ഇനി ഒരു സെർവറോടെ തുടങ്ങിയാലും അത് ടോപ്പാക്കാൻ എനിക്ക് അധികം ദിവസമൊന്നും വേണ്ട. ലോഞ്ച് ഡേ തന്നെയാണ് ഏറ്റവും വലിയ, അന്ന് തന്നെ ഏഷ്യാസ് ഫസ്റ്റോ ഇന്ത്യാസ് ഫസ്റ്റോ ആക്കും നമ്മൾ ലോഞ്ചിൻ്റെ അന്ന്. അതേ ഉറപ്പ് തരാം, ലോഞ്ചിൻ്റെ അന്ന്. പക്ഷേ അതിൽ എനിക്കൊരു കൺഫ്യൂഷനോ അതിലെനിക്കൊരു പേടിയോ ഇല്ല. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറയണത് ഒരുപാട് എഫേർട്ട്, ടൈം, പിന്നെ അതുപോലെ അവൻ്റെ ഒരു ഫൈനാൻഷ്യൽ സാധനം അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം, അവിടെയാണ് വിഷമം, വേറൊന്നുമല്ല. അത് അവൻ ഒരുപാട്, ഞാൻ പലവട്ടം നിങ്ങളെ ലൈവിലിരുന്ന് കളിയാക്കി പോലും പറഞ്ഞിട്ടുണ്ട്, അപ്പാപ്പൻ ഇങ്ങനെ ഇന്ന് മറ്റേ ആധാരം കൊണ്ട് വിറ്റു, അതുകൊണ്ട് വിറ്റു എന്നൊക്കെ ഉള്ള സാധനം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ശരിക്കുമുള്ള കാര്യമാണ്, അതൊക്കെ ശരിക്കും നടന്ന കാര്യമാണ്. അതിൽ മാത്രമാണോ ഒരു വിഷമം? പിന്നെ ഒരുപാട് പേരുടെ ഈ ബ്രാവോ ഒരു വലിയ വണ്ടിയുടെ ബണ്ടിൽ പാക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം പോലും മേടിച്ചുള്ളൂ. കൈസ് ഇതിൻ്റെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് ഇതിനൊരു കീ ഉണ്ട്. ഈ കീ വെച്ചിട്ടാണ് നമ്മൾ ഒരു സെർവർ ഡെവലപ്പ് ചെയ്യുന്നതും ഇതാക്കുന്നതും അതിലേക്ക് വേണ്ടുന്ന ഫയൽസ് വാങ്ങിക്കുന്നതും എല്ലാം. അപ്പം ഈ കീയിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. വൺസ് ഈ കീ ഇവരിതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ കാശ് കൊടുത്ത മേടിച്ച ഫയൽസ് പോലും വാലിഡ് അല്ലാതായി പോകും. അതായത് ബ്രാവോ ഇന്നലെ പോലും ഏകദേശം വലിയൊരു എമൗണ്ടിന്റെ വണ്ടിയുടെ പാക്കേജ് ഫയൽസ് ഈ കീ വെച്ച് മേടിച്ചായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അതും പോയി. അപ്പോൾ ഇപ്പം കറണ്ട്ലി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കീ ആണ് അവർ ഡിസേബിൾ ചെയ്തേക്കുന്നത്. ആ കീ തിരിച്ചു കിട്ടണം. ആ കീ തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് സെർവർ, ഒരു കീ വെച്ച് നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് തുടങ്ങാം, എല്ലാം ചെയ്യാം. പക്ഷേ ഈ കീയിലാണ് എൻ്റെ എക്സ്ലാൻഡിസിൻ്റെ വെഹിക്കിള്, ബാക്കി സ്കിൻസ്, വീട്, ഗ്യാങ് ഹൗസ്, വണ്ടി എല്ലാം ഇരിക്കുന്നത് അതിനകത്താണ്. നമുക്ക് പക്ഷേ പ്ലെയർ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പുതിയൊരു സെർവർ തുടങ്ങുകയാണെങ്കിൽ തന്നെ, നമ്മളിപ്പോൾ പുതിയൊരു സെർവർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ പ്ലെയർ ഡേറ്റ ആഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെൻട്രിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ തിരിച്ചു വരും, ബാക്ക് ടു നോർമലായിട്ട് വരും. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളാണ് നമുക്ക് പോകുന്നത്. ഒരു സെർവറിന് ഓരോ അസറ്റ് ഉണ്ടാവും. ആ അസറ്റ്സുകളൊക്കെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടിൻ്റെ അസറ്റ് എക്സ്ലാൻഡിസിനുണ്ടായിരുന്നു. ബ്രോ വാലിഡ് റീസൺ അല്ലാണ്ട് എന്തിനാണാവോ? ബ്രോ വാലിഡ് റീസൺ അല്ല ബ്രോ. നമ്മൾ ഇതിനകത്ത് കുറേ മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെറുതാന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ വലുതായിട്ട് ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, ഈ കിഡ്സിൻ്റെ പെഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കിഡ്സിൻ്റെ പെഡിനെ ഗണ്ണയും ചെയ്യാൻ പോലും പാടില്ലെന്നാണ് റോക്ക് സ്റ്റാറിൻ്റെ നിയമം, മനസ്സിലായോ? റോക്ക് സ്റ്റാറിൻ്റെ 5M ഒക്കെ റൂൾ എന്ന് പറഞ്ഞാൽ കിഡ്സ് ആയിട്ടുള്ള പെഡിനെ ഗണ്ണയും ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ മൈന്യൂട്ട് എന്തെങ്കിലും കാര്യമായിരിക്കാം. ഒരു RP കിഡ്സ് പെഡിനെ കൊല്ലാനും ഗണ്ണയും ചെയ്യാനും ഒന്നും പറ്റത്തില്ല, മനസ്സിലായി? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവർക്ക് കൺസേണിൽ എടുത്തിരിക്കുന്ന കാര്യം. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു വാണിംഗ് തരാം, എടാ ഈ വാണിംഗ് ഒക്കെ തരാൻ നമുക്കിപ്പോൾ എക്സ്ലാൻഡിസിൽ
ഇപ്പൊ എക്സാമ്പിൾ എക്സലൻറ്റിസി നമ്മൾ ടി വി കളിക്കുന്നു, നമ്മുടെ വായിൽ നിന്ന് ഒരു മോശമായ വാക്ക് വീണു, അന്നേരം നമ്മളെ അറിയാവുന്ന ആൾക്കാരായോണ്ടല്ലടാ വാണിംഗ് തരുന്നേ. എടാ എക്സലാൻഡിസ് എന്ന് പറഞ്ഞാൽ 5M ഹോസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സെർവറുകളിൽ ഒരു സെർവറാ. അവർക്ക് അങ്ങനെ വാണിംഗ് ഒന്നും തരേണ്ട ആവശ്യമില്ല. അവർക്ക് എക്സലാൻഡിസ് പോയി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല. അവർക്ക് എക്സലാൻഡിസോ വേറെ എന്തെങ്കിലും ഒന്നും പോയെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും സംഭവിക്കാനില്ല. നിങ്ങളാണ് അങ്ങനെ നോക്കുക, എത്ര ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്ത വാലറന്റ് അക്കൗണ്ടും പബ്ജി അക്കൗണ്ടും ഒക്കെ ബാൻ ആവുന്നു. ഒരു കസ്റ്റമർ പോയെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നഷ്ടപ്പെടാനുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ തിങ്ക് ചെയ്താൽ മതി. അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ മറ്റേ ഇതൊന്നും കിട്ടത്തില്ല, വാണിങ്ങും അങ്ങനെ കൺസിഡറേഷനും ഒന്നും കിട്ടത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അപ്പീൽ ചെയ്തിട്ട് നമ്മുടെ സൈഡ് ക്ലിയർ ഓഫ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഈ മോസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ മേ ബി ഒരു സ്ലൈറ്റ് ഡിലേ ഉണ്ടാവും. സ്ലൈറ്റ് ഡിലേ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ ഡിലേ ആയിരിക്കത്തില്ല. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലോ പോലും 10-14 ദിവസം എടുക്കും. എന്തിനാ ടേക്ക് ഡൗൺ ചെയ്തത് ബ്രോ? ടേക്ക് ഡൗൺ ചെയ്ത് എന്തിനാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല. പെഡിന്റെ കാര്യമാണെന്നാണ് ഇപ്പോഴും കറന്റ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. പെഡിന്റെ ഒരു ഇതിന്റെ ആണെന്ന്. അപ്പൊ ഇത് എന്താണെന്നുള്ളൊരു കാര്യം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രാവോയോ ആഡ് ബ്രോയോ എല്ലാം അവരെല്ലോ വന്നാലേ പറ്റത്തുള്ളൂ. ബ്രാവോ കുറച്ച് ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ അവൻ കുറച്ച് ഫിസിക്കലി ഒക്കെ അല്ല, ഫിസിക്കലി മെന്റലിയും ഒക്കെ അല്ല. അവൻ കുറച്ച് ഡെസ്പായിട്ടിരിക്കും. അവൻ എറണാകുളത്തോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിക്കാണ് ഇത് അറിയണത്, മനസ്സിലായോ? ടെസ്റ്റ് സെർവറും പോയി നോർമൽ സെർവർ. പെഡ് എന്ന് പറഞ്ഞ കേസ് ക്യാരക്ടർ. ഇപ്പൊ നമ്മുടെ സിറ്റിയില് ഇവൻ സൂര്യബോസ് കളിക്കുന്നത് ചൈൽഡിന്റെ പെഡാ, പിള്ളേരുടെ പെഡാ. മീനുക്കുട്ടി കളിക്കുന്നത് പിള്ളേരുടെ പെഡാ. മറ്റേ ചിമ്പു എന്ന് പറയുന്ന ക്യാരക്ടർ കളിക്കുന്നത് ആനിമൽ പെഡാ, മങ്കി അങ്ങനത്തെ പെഡില്ലേ, അതിനെയാണ് പെഡെന്ന് പറയണത്. അതായത് ഒരു നോർമൽ ക്യാരക്ടർ അല്ലാതെ നമ്മൾ മനുഷ്യൻ ക്യാരക്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ പറയണ ചെറിയ വെർഷൻ നോർമൽ GTA ക്യാരക്ടേഴ്സിന് അല്ലാത്ത ക്യാരക്ടറുകളൊക്കെ പെഡെന്ന് പറയണത്. എന്നുവെച്ചോണ്ട് നിങ്ങൾ പോയിട്ട് നമ്മുടെ സൂര്യബോസിനെ ഒന്നും തെറി വിളിക്കാൻ നിൽക്കത്തില്ല. അവനെ ഒന്നും തെറി വിളിക്കാൻ നിൽക്കില്ല. അല്ല, അവൻ കാരണമൊന്നും അല്ല. നമുക്ക് സിറ്റിയിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് മാനേജ്മെന്റ് സൈഡിൽ നിന്നാണെങ്കിലും അത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ കൊണ്ടുവരണമായിരുന്നു. അതായത് ഈ നമ്മൾ പിന്നെയും അത് സെർവറിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പ്ലേയേഴ്സിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പ്ലെയർ, ഇപ്പൊ എക്സാമ്പിള് സൂര്യബോസിനെ പോലത്തെ ഒരു പ്ലെയർ നല്ല ആർപ്പ് ചെയ്യുന്ന ഒരുത്തനാണ്. അവനെ പോലെ ആർപ്പ് ചെയ്യുന്ന ഒരാൾ വന്ന് സെർവറിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സെർവർ എന്താ ചിന്തിക്കുക? നല്ല കരിയറും നല്ല പോലെ പൊട്ടൻഷ്യലും ഉള്ള ഒരു പ്ലെയറാണ്, അവൻ ചോദിച്ച കാര്യം ചെയ്തു കൊടുക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കൊടുത്ത കാര്യമാണത്, മനസ്സിലായോ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഗൈസ്. ഈ ഒരു സമയത്ത് കർമ്മ അണ്ടി എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഇട്ടവൻ ഈ സെർവറിന്റെ പടിവാതിൽ പോയിട്ട് 7 അയലത്ത് പോലും കളിക്കത്തില്ല. ഇനി ഏത് കൊമ്പത്തെ പ്ലേയേഴ്സ് ആണെങ്കിലും, ഏത് കൊമ്പത്തെ ടീമിൽ അവനാണെങ്കിലും ഇപ്പോഴും പറയുവാണ് കർമ്മ അണ്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്റ്റോറി ഇട്ടത്. ഞാൻ ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, ഞാൻ അത് ബ്രാവോയ്ക്ക് ഉറപ്പ് കൊടുക്കുന്ന കാര്യമാണ്. ഇനി ഇത് തിരിച്ച് കിട്ടിയില്ലേലും അടുത്ത സെർവർ പടയെന്ന് 7 ദിവസത്തിൽ ഞാൻ അപ്പ് ചെയ്യും. ഒരു സംശയവും ഇല്ല. അത് ഞാൻ ടോപ്പ് ഓഫ് ദ ഇതിൽ കൊണ്ടുവരും ഞങ്ങൾ. അത് വേറെ ഒരു ഇതും ഇല്ല. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു സിംഗിൾ സെർവർ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇത് തന്നെ മാത്രമേ ഉള്ളൂ. എക്സ്ലാൻഡിസ് എന്ന് പേര് മാറ്റിയിട്ട് നാളെ വൈലാൻഡിസ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഇവിടെ കളിക്കാൻ ആള് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ ബ്രാവോ വെച്ച് തന്നെ തുടങ്ങി. ആ പേരിനി ഒന്നും ഇടാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, മനസ്സിലായി? ആ പേരിനി ഇടാൻ പറ്റത്തില്ല ഒന്നുകൂടെ. അപ്പൊ ഇനി കിട്ടില്ല, തിരിച്ചു വരത്തില്ലല്ലോ. ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. അപ്പീൽ ചെയ്തിരിക്കുകയാണ് നമ്മൾ കറന്റ്ലി. അപ്പീലിനുള്ള ഇത് കിട്ടിയില്ലെങ്കിലുള്ള ഒരു കേസാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായി? പോയാ
നമ്മൾ ജസ്റ്റ് ഒരു അസംഷൻ പറഞ്ഞതാണ് എന്ന് വെച്ചാൽ പെഡിന്റെ കാര്യം നമുക്ക്, കാരണം ഡീറ്റെയിൽസ് ഇപ്പൊ ആർക്കും അറിയത്തില്ല. അപ്പൊ അപ്പീൽ ആർക്കും അറിയത്തില്ല. സംശയം ഗൈസ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് വയലേഷൻസ് ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയോ. പിന്നെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടല്ലോ, ഇപ്പൊ വണ്ടിക്ക് ഇൻ കേസ് ലോഗോ ഇല്ലെങ്കിൽ പോലും എക്സാക്ട് വണ്ടി മോഡലുകൾക്കൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ വെഹിക്കിൾ പാക്കിലാവാം, ചിലപ്പം വേറെ, അങ്ങനെ എന്ത് വേണേ ആവാം. മനസ്സിലായ? അങ്ങനെ എന്ത് വേണേ ആവാം. ചെയ്യില്ലല്ലോ. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇപ്പൊ കിഡ്സ് ബെഡ് ആണോ അല്ലെങ്കിൽ എന്താണോ, ഇങ്ങനത്തെ കുറെ റൂൾസ് ഉണ്ട് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. അല്ലാതെ നമുക്ക് അറിയത്തില്ല ഇതിന്റെ വാലിഡ് റീസൺ എന്താണെന്ന്. TKRP-യിലല്ലേ എക്സ്ലാൻറ്റിസ് ആണെങ്കിൽ ഇനി നാളെ വേണമെങ്കിൽ വൈലാൻറ്റിസ് വരും, ഇസർ ലാൻറ്റിസ് വരും, ഒരു അക്ഷരം മാറ്റം വരും. ലാൻറ്റിസ് എന്തായാലും വരും. ബ്രാവോ മുന്നിൽ നിർത്തി ലാൻറ്റിസ് എന്തായാലും വരും. മനസ്സിലായില്ലേ? പിള്ളേര് വരാനാണോ പാട്? എന്താണ് എന്തായാലും അതുവരെ വന്നിട്ട് നമ്മൾ ഇന്ന് RPA കളിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വല്ല PvP സെർവറോ ചുമ്മാ കയറി കളിക്കാം. അല്ലാതെ വേറെ RP-യിലോട്ട് നമ്മളായിട്ട് പോകണില്ല. ഇങ്ങനത്തെ ഒരു ടൈമിൽ ഞാൻ ബ്രാവോടെ കൂടെ നിൽക്കുകയുള്ളൂ. ഞാൻ വേറൊരു സെർവറിലും കയറി ഞാൻ അത് ചെയ്തില്ല. അതുവരെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, വരാൻ പറ്റിയില്ലെങ്കിൽ അതുവരെ RDR കളിക്കും. അതെ, 10 ദിവസം അല്ലെ 14 ദിവസം RDR കളിച്ചു എന്ന് പറഞ്ഞ് പോകുന്ന ഫെയിമും ഇതും അല്ല എന്തായാലും നമുക്ക്. ഞങ്ങൾക്ക് കറന്റ് ഇങ്ങനെ ഒരു സെനാറിയോയില് ബ്രാവോ ഇട്ടിട്ട് വേറൊരു മലയാള സെർവറിൽ പോയി കളിച്ച് ഇതാക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഈ ഒരു ടൈമിൽ അവന്റെ കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. അതിന് മുകളിലൊന്നുമില്ല. അതിന്റെ മുകളിലൊന്നുമില്ല, വേറെ പരിപാടിയില്ല. കാരണം നമുക്ക് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മളെ ഒരു സെർവറിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് നമ്മളെ ഇവിടെ അവൻ കളിപ്പിച്ചതാ. പഴയ കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാതെ മനസ്സിൽ വെക്കാതെ നമ്മളെ ഇവിടെ കളിപ്പിച്ചതാ. നമ്മളൊരു സെറ്റിൽ പോയിട്ട് നമ്മളെ അവിടെ നിന്ന് മറ്റേ പട്ടിയെ പോലെ ആട്ടി വിട്ടതല്ലായിരുന്നു അവന്മാര്. നമ്മൾ ഒരു കാര്യം ചെയ്തായിട്ട് പോലും എന്താണ് നമ്മൾ കാരണം ഇതാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇരുന്ന സാഹചര്യത്തിലാണ് എക്സ്ലാൻറ്റിസ് തുടങ്ങണത് പോലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്തവനെ അവന്റെ ഡൗൺ ടൈമിൽ ഞാൻ എന്തായാലും മാറ്റിയിട്ട് പോകത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. നമ്മളെന്തായാലും TVയിലെ പ്ലേയേഴ്സ് എന്തായാലും വേറൊരു സിറ്റിയിൽ മലയാള സെർവറിൽ കയറിയിരുന്ന് RP കളിക്കാൻ ഉള്ള കാര്യം സമ്മതിക്കത്തില്ല എന്തായാലും കറന്റ്. അതിനി TVക്കകത്ത് ഏതവന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും, പുതിയതായിട്ട് വന്നാലും പഴയതായിട്ട് വന്നാലും ആർക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡിസിഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കുറച്ച് ദിവസം സ്ട്രീം ഇടണ്ട, കുറച്ച് ദിവസം കളിക്കാൻ കോണ്ടന്റ് ഇല്ലെങ്കിൽ സ്ട്രീം ഇടണ്ട. RDR കളിക്കല്ല, വേറെ ഗെയിംസ് ഉണ്ട്. കണ്ണാപ്പി എത്ര ഗെയിം കളിക്കുന്നത്? മൈക്ക് മാറി കിടക്കുവാണോ? ഇത് എന്ത് സൗണ്ട് ആയത്? നീ ഒമേഗിൽ കേറിട്ട് മാറ്റിയിട്ടേക്കോ? ഇല്ലടാ, മാറ്റിയൊന്നും ഇട്ടില്ല. എന്ത് വൃത്തിയിട്ട മൈക്കുകളാ ഇത്? അതല്ല ഇത്, ഞാൻ ഇതിലാ സംസാരിക്കുന്നത്. പോടാ, ഇതാണ് നീ എന്താ പറയാ? ഇത് എന്തൊരു അപ്പി ശബ്ദമാണെന്ന് നീ ഒന്ന് കേട്ട് നോക്ക്. വേറൊരാളുടെ POV റെക്കോർഡ് ചെയ്തല്ലോ. നീ മൈക്ക് മാറി കിടക്കോടാ. നമുക്കറിയാല്ല. നിന്റെ റൂമിന്റെ എക്കോ ആയി കിടക്കും. ഭയങ്കര ഷോകോടെ കേക്കണേ. ആണോടാ? അത് അത്ര ഷോക? ഹലോ നീ അടുത്തൊന്ന് മാറിയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് അല്ല ലൈവ് മ്യൂട്ട് ചെയ്തിട്ട് പോയി ഗോകുന്റെ ലൈവ് കണ്ടു നോക്ക്. അന്നേരം നിനക്ക് മനസ്സിലാവും നിന്റെ സൗണ്ട് എത്ര വിയേഡാണെന്ന്. ഒന്നുമില്ല, നിന്റെ മൈക്ക് റെഡി ആവും. എന്തേലും ചെയ്യ, എടുത്തോണ്ട് പോകുന്ന നമ്മളൊക്കെ ഒരു അവഞ്ചേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? ഒരു ടീം ഫുള്ളുണ്ട്. എത്ര കോഡിങ്ങിന്റെ അഗ്ര കണ്ണിയന്മാരും എല്ലാവരും ഉണ്ട്, മനസ്സിലായില്ലേ? എല്ലാവരും കൂടെ കൂട്ടിയിട്ടിട്ട് സാമ്പാർ പോലെ കൊണ്ടിരുത്തിയിട്ട് നമ്മളങ്ങ് ഒരു സെറ്റ് സർവർ അങ്ങ് ആക്കും, മനസ്സിലായില്ലേ? ഒന്നും ആയില്ലെങ്കിൽ, മനസ്സിലായില്ലേ? ചാടിക്കിടന്നവരാണ് നമ്മൾ. അത്ര ഉള്ളു ജോക്കി. പിന്നല്ല ഒറ്റക്ക് ഉണ്ടാക്കണ ഈ ഓരോരുത്തന്മാര് വന്ന് ഓരോ വീഡിയോയിലൊക്കെ കമന്റ് ഇടുന്നത് നിങ്ങൾ പോയി അതിന്റെ അകത്ത് അടികൂടാണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോ ഈ സാധനം ഇങ്ങനെ പോക്കി വരുമ്പോ നീയൊക്കെ പോയി അവന്മാരെ പണിക്കോ. സത്യം. നിങ്ങൾ എന്തായാലും ബാഡായിട്ട് ഒന്നും ഇരിക്കേണ്ട. നിങ്ങൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾ ജോലി അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കാണുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം. അപ്പൊ അതെന്തായാലും ഇവിടെ വെച്ച് നിർത്തിയൊന്നും പോകില്ല, ഉടനെ വരും. അത്ര നാളും പലരും എടാ കണ്ണാപ്പി അലക്കാതെ ചെവിതല പോണ ഒന്ന് വിടറ. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതാണ്. അപ്പം ഓക്കെ ആവും, ബ്രാവോ വരും. ബ്രാവോ സൈഡെല്ലാം പറയും, നിങ്ങൾ പേടിക്കാതെ വേണ്ട.
ബ്രാവിക്ക് കുറച്ച് ടൈം എടുക്ക്. എല്ലാം സെറ്റ് ആവും. പിന്നെ ബാക്കിയുള്ള ആരുടെയും ചാനലിൽ പോയിട്ട് നമ്മളെ പിള്ളേരുടെ ചാനലിൽ പോയിട്ട് ജി ടി എ മതി എന്ന് മാത്രം അങ്ങനെ സ്പാം ചെയ്യാതിരിക്കുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത് സത്യമാണ്. പ്രത്യേകിച്ച് എന്റെ വിചാരിച്ചിട്ട് പറയരുത് പ്ലീസ്. ഞാൻ ഇതൊരു വേറെ ഗെയിംസ് കളിച്ചോളാണ് PC സംതിങ് എത്ര റുപ്പീസ് ആകും ന്യൂ സെർവർ ഇതുപോലെ ആക്കാനാണ് ഗോഗു? ബ്രോ ഞാൻ പറയാം എന്നുവെച്ചാ അങ്ങനെയല്ല, നമുക്ക് സെർവർ ഭയങ്കര മിനിമൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു വീട് വെക്കുന്നത് പോലെയാണ്. ഒരു വീട് നമുക്ക് എത്ര രൂപയ്ക്ക് പണിയാം? ഒരു ആവറേജ് ഒരു ലോ കോസ്റ്റ് തൊട്ട് നമ്മുടെ ലിമിറ്റേഷൻ തൊട്ട് ടോപ്പ് എൻഡ് വരെ നമുക്ക് പണിയാം. അത് നമ്മുടെ കയ്യിലുള്ള കാശ് അനുസരിച്ച്. ഇപ്പൊ കറന്റ് ഇത് ആറിനകത്ത് പറയാം ഈ കണ്ണാപ്പി കണ്ണാപ്പി അത് പറയാനാ ഞാൻ വന്നേടാ. അവന്റെ അടുത്ത് ഇറങ്ങിപ്പോ നേരമായിട്ട് ദേഷ്യം വരണ പുല്ല് അവിടെ ഇരുന്ന് ഫോണ് മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു. സ്പീക്കറില അപ്പൊ സെർവർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പല പല എക്സ്പെൻസുകളാ, പല ഇതിൽ ചെയ്യാം. ഇപ്പൊ ആവറേജ് എക്സ്ലാൻഡിസിൽ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ മുകളിൽ എന്തായാലും എന്റെ ഇത് പറയുക. അവൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത അവന്റെ ആക്യുറേറ്റ് അതൊന്നും അല്ല, അതിൽ മുകളിലോട്ടാണ്. ഏകദേശം അത്രയും രൂപ എന്തായാലും സ്ക്രിപ്റ്റിനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് വേറൊരു സെർവറിലോട്ട് നമുക്ക് റീയൂസബിൾ അല്ല. ഈ കീ പോയതുകൊണ്ട്, ഈ കീ വെച്ചിട്ടാണ് ഫയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ഇത് നമുക്ക് വേറൊരു സെർവറിലോട്ട് റീയൂസബിൾ അല്ല എന്നുള്ളതാണ്. പ്ലേയേഴ്സിന്റെ ലോഗ്സ് ഒക്കെ ഇല്ലടാ. പ്ലെയർ ലോഗും ഇൻവെന്ററി ലോഗും ഒക്കെ ഉണ്ടാവും. അത് സെർവർ ഡേറ്റ ബാക്കപ്പ് ആണ്, അത് ഉണ്ടാവും. കണ്ണാപ്പി സ്ക്രിപ്റ്റിൽ സ്മോൾ ചേഞ്ച് വരുത്തിയാൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ മനസ്സിലായി. എന്ന് വെച്ചാൽ ഇതെന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ഫുള്ളി ഇതല്ല മനസ്സിലായിട്ടില്ല. അപ്പോൾ അപ്പീൽ ചെയ്യുമ്പോൾ അവര് റിപ്ലൈ എത്ര ദിവസം എടുക്കും? അപ്പീൽ ചെയ്തില്ലേ ഓൾറെഡി? അപ്പീൽ ചെയ്തത് അത് ചെയ്താന്ന് അറിയത്തില്ല. അതിപ്പം ബ്രാവോ ഇനി വന്നിട്ട് പറയുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് ഇനി അവർ എപ്പോഴാണ് റിപ്ലൈ തരുന്നത് നോക്കലും നമുക്ക് പിടിയില്ല. കാരണം റോക്ക് സ്റ്റാർ ഇനി ഇതിനു വേണ്ടി ഒരു ടീമിനെ വെച്ചിട്ടുണ്ടായിരിക്കും, എന്തായാലും കാണും. അപ്പോൾ അവര് ഇതിൽ ഇൻവോൾവ് ചെയ്ത് അവർ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കാം. പക്ഷേ ഇനിയിപ്പം GTA 6 ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് ഇനി എന്താ അറിയത്തില്ല, ഒരു പിടി കാണത്തില്ല. അതുകൊണ്ട് ഇനി ന്യൂ സെർവർ ആക്കിയ DDoS അവോയ്ഡ് ആക്കാൻ പറ്റുമോ? എല്ലാരും ഹൈഡ് ആക്കിയ IP. ബ്രോ ഞാൻ നിങ്ങളുടെ ബ്രോ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ DDoS അടിക്കുന്ന തന്തയില്ലാത്തവൻ നമ്മുടെ കൂടെ ഈ സിറ്റി കളിക്കുന്ന ഒരുത്തൻ തന്നെയാ. അതിവിടെ വൈറ്റ് ലിസ്റ്റ് എടുത്താൽ ഈസി ആയിട്ട് കിട്ടുന്ന കീ ആണത്. അത് ഏതൊക്കെ ആൾക്കാർ IP ഇനി ഹൈഡ് ചെയ്ത് ലൈവ് ഇട്ടാലും അവന്മാർക്ക് ആ IP ഈസി ആയിട്ട് കിട്ടാൻ ഒരു പാടുമില്ല. പിന്നെ ഈ IP ചെക്ക് ചെയ്യാൻ വേണ്ടി പബ്ലിക് IP കണ്ടുപിടിക്കാൻ കുറെ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചുമ്മാ എക്സ്ലാൻഡിസിന്റെ പേര് സെർച്ച് ചെയ്താൽ തന്നെ എക്സ്ലാൻഡിസിന്റെ IP അവിടെ കാണിക്കും. അതുപോലെ നിങ്ങളിപ്പം എക്സ്ലാൻഡിൽ മാത്രമേ DDoS ഉള്ളൂ, അതുള്ളൂ, ബാക്കി സെർവർ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇത്രയും പേര് കാണുന്ന ഒരു സെർവർ, ഇത്രയും പേര് കളിക്കുന്ന ഒരു സെർവറിൽ അതിലടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അവന്മാർക്ക്. നമ്മളെ ഇത് പണിയണമെങ്കിൽ എല്ലാ വ്യൂവേഴ്സ് ഉള്ളവരും സ്ട്രീമേഴ്സ് ഉള്ളവരും ആ കളിക്കുന്ന സെർവറിൽ പോയി അടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. നമ്മളിനി ഏത് സെർവർ കളിക്കാൻ പോയാലും ആ സെർവറിൽ എന്തായാലും വരും. മൈക്ക് ഓഫ് ചെയ്യോ ജോക്കി? ഭയങ്കര എക്കോ വരുന്നു ജോക്കി നിങ്ങൾക്ക്. അടുത്ത സെർവർ ഇപ്പം ഇപ്പം ബ്രാവോ ഇനിയിപ്പോൾ അടുത്ത സെർവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാലും അത് വന്നാലും ഈ ഇഷ്യൂ നമുക്ക് വരും എന്തായാലും. ഇതൊക്കെ GTA 6ന്റെ സെയിൽസ് പുഷാക്കാൻ വേണ്ടി റോക്ക് സ്റ്റാർ ചെയ്യുന്നത്. ബ്രോ അങ്ങനൊന്നും ചെയ്യത്തില്ല ബ്രോ. അവർക്ക് ഈ എക്സ്ലാൻഡിസ് പോയി എന്ന് പറഞ്ഞിട്ട് അവര് രോമത്തിൽ പോലും ഏക്കമുള്ള ബ്രോ. എന്താ ചിന്തിക്കുക, അതൊക്കെ ചിന്തിക്കുക. എക്സ്ലാൻഡിസ് എവിടെ കിടക്കുന്ന ഈ GTA 6 എന്ന് പറഞ്ഞ് ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടിയ ഒരു ഗെയിമിനെ പുള്ളി ചെയ്യാൻ അവർക്ക് കേരളത്തിൽ എവിടെ കിടക്കണ ഒരു സെർവറിനെ ഡൗൺ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ബ്രെയിൻ ഡെഡ് ആയിട്ട് സംസാരിക്കല്ലേ ഈ മൊമെന്റിൽ. സോ ഇതാണ് ബേസിക്കലി ഉള്ള കാര്യം. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സംഭവിച്ചു. എടാ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഫേസ് ചെയ്യാൻ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ് കൂടിപ്പോയ ഒരു 10 ദിവസം നിങ്ങൾക്ക് RP കാണാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. അല്ലെ PvP സിറ്റുവേഷനും ഇതും കാണാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല ഇതിനകത്ത്. നമുക്ക് പോയതോർത്ത് ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. മനസ്സിലായോ? ഒന്നുമില്ല, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പോലെ കൊണ്ടുവരാം.
അത്രേ പറയാവുള്ളൂ. അതാണ്. ഇത് ഓർത്ത് മറ്റേ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ ഡൗൺ ആയി പോത്തേ ഉള്ളൂ. ഒന്നുമില്ല, ചില്ലാവും. ഇത് നമുക്ക് കൊണ്ട് ഞാൻ അളിയാ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഇത്. ഫോർസ കളിക്കണോ? എന്തെങ്കിലും പറഞ്ഞാ ഫോർസ കളിക്കുവാണോ? കളിക്കാൻ പോണോ? കളിക്കുന്നില്ലേ? ബാക്കി എന്നാ ബാക്കി എല്ലാവരോടും ചോദിച്ചു നോക്കട്ടെ. ഞാൻ എല്ലാവരോടും ചോദിക്കട്ടെ. ഫോർസ് ശരി, ഫോർസ് കളിക്കല്ലേ.